ഹോംവർക്ക് തന്നിരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് നമ്മളിവിടെ നോക്കുന്നത്. 2 ആക്ടിവിറ്റിയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം 1/4 കിലോഗ്രാമാണ്. ഇത്തരം 15 കട്ടകളുടെ ഭാരം എത്ര കിലോഗ്രാമാണ്? അപ്പോൾ ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം 1/4 കിലോഗ്രാം. 15 കട്ടകളുടെ ഭാരം എന്ന് പറയുമ്പോൾ 15 ഗുണിക്കണം 1/4. 15നെ 4 കൊണ്ട് ഹരിക്കുക. 15നെ 4 കൊണ്ട് ഹരിക്കുന്നത് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഹരിച്ചു കഴിയുമ്പോൾ ഹരണഫലം 3 എന്ന് ലഭിക്കുന്നു, ശിഷ്ടം 3 എന്ന് ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് എഴുതേണ്ട രീതി, ആദ്യം നമ്മൾ ഹരണഫലം എഴുതുക. ഹരണഫലം 3, ശിഷ്ടം എന്നുള്ളത് 3 ആണ്. ശിഷ്ടമാണ് നമ്മൾ അംശത്തിൽ എഴുതുന്നത്. ഹരിക്കുന്ന സംഖ്യ ഹാരകമാണ് ഛേദത്തിൽ എഴുതുന്നത്. അങ്ങനെയാകുമ്പോൾ 15നെ 4 കൊണ്ട് ഹരിക്കുന്നതിന് നമുക്ക് 3 3/4 എന്നെഴുതാം. അതായത് 15 കട്ടകളുടെ ഭാരം എന്നുള്ളത് 3.25 കിലോഗ്രാം. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 16 കട്ടകളുടെ ഭാരം എത്രയാണ്? അപ്പോൾ 16 × 1/4. 16നെ 4 കൊണ്ട് ഹരിക്കുക. 16നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ആൻസർ 4 എന്ന് ലഭിക്കും. അപ്പോൾ 16 കട്ടകളുടെ ഭാരം എന്നുള്ളത് 4 കിലോഗ്രാം. ഇങ്ങനെ അല്ലാതെയും നോക്കാം. 15 കട്ടകളുടെ ഭാരം 3.25 കിലോഗ്രാം എന്ന് വന്നു. ഇനി അതിൻ്റെ കൂടെ ഒരു കട്ടയും കൂടെയാണ് കൂടുന്നത്. ഒരു കട്ടയുടെ ഭാരം എന്നുള്ളത് 1/4 കിലോഗ്രാമാണ്. അപ്പോൾ 3.25 കിലോഗ്രാമിൻ്റെ കൂടെ ഒരു 1/4 കിലോ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 4 കിലോഗ്രാം എന്ന് ലഭിക്കും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 2 മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഓരോന്നും 5 സമഭാഗങ്ങളായി മുറിച്ചു. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര മീറ്ററാണ്? 2 മീറ്ററാണ് കമ്പിയുടെ നീളം. 5 സമഭാഗങ്ങളാക്കി എന്ന് പറയുമ്പോൾ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എന്നുള്ളത് 2/5 മീറ്റർ ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 4 കഷ്ണങ്ങളുടെ ആകെ നീളം എത്ര എന്ന് പറയുമ്പോൾ ഒരു കഷ്ണത്തിൻ്റെ നീളം 2/5, 4 കഷ്ണത്തിൻ്റെ നീളമാകുമ്പോൾ 4 ഗുണിക്കണം 2/5 സമം 4 × 2 8, 8/5. 8നെ 5 കൊണ്ട് ഹരിക്കുക. സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഹരിച്ചു നോക്കുക. ഹരിച്ചു കഴിയുമ്പോൾ ആൻസർ 1 3/5 മീറ്റർ എന്ന് ലഭിക്കും. മൂന്നാമത്തത് 10 കഷ്ണങ്ങളായാലോ? അപ്പോൾ ഒരു കഷ്ണം 2/5 മീറ്റർ. 10 കഷ്ണം എന്ന് പറയുമ്പോൾ 10 ഗുണിക്കണം 2/5. 10 ഗുണിക്കണം 2/5 സമം 20/5. 20നെ 5 കൊണ്ട് ഹരിച്ചാൽ 4 മീറ്റർ. അപ്പോൾ 10 കഷ്ണങ്ങളുടെ നീളം എന്നുള്ളത് 4 മീറ്റർ ആയിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ 5 ലിറ്റർ പാൽ നിറച്ച കുറേ പാത്രങ്ങൾ, ഓരോ പാത്രത്തിലെയും പാൽ ഒരേപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ട്? 5 ലിറ്ററാണ് ഓരോ പാത്രത്തിലുമുള്ള പാലിൻ്റെ അളവ്. ആ 5 ലിറ്റർ പാലുള്ള ഒരു പാത്രത്തിലെ പാലെടുത്തിട്ട് 6 കുപ്പിയിൽ നിറയ്ക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു പാത്രത്തിലുള്ള പാലിൻ്റെ അളവ് എന്നുള്ളത് 5/6 ലിറ്റർ. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത്തരം 3 കുപ്പികളിൽ ആകെ എത്ര പാലുണ്ട്? ഒരു കുപ്പിയിലാണ് 5/6 ലിറ്റർ. അതുപോലെയുള്ള 3 കുപ്പികൾ എന്ന് പറയുമ്പോൾ 5/6 × 3 സമം 15/6. 15നെ 6 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3 കുപ്പിയിലുള്ള പാലിൻ്റെ അളവ് 2.5 ലിറ്റർ എന്ന് ലഭിക്കും. ഇനി മൂന്നാമത്തത്, 12 കുപ്പികളിലെ പാലിൻ്റെ അളവ് എത്രയായിരിക്കും എന്ന്. അപ്പോൾ ഒരു കുപ്പിയിൽ 5/6, 12 കുപ്പികളിൽ 12 × 5/6 സമം 60/6. 60നെ 6 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ 10 ലിറ്റർ എന്ന് ലഭിക്കും. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയുടെ ആൻസറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ ടേബിളിൽ 16 × 1/5 സമം 16/5. 16നെ 5 കൊണ്ട് ഹരിക്കുന്നത്. ഹരിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഹരണഫലം 3, ശിഷ്ടം 1. അപ്പോൾ 16/5നെ 3 1/5 എന്നെഴുതാം. അതുപോലെ ബാക്കി ചോദ്യങ്ങളും.